ഈ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് താൻ തിരിമറി നടത്തിയെന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണം നിഷേധിക്കുകയാണ് പയ്യന്നൂർ MLA മധുസൂദനൻ. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞികൃഷ്ണന്റെ ലക്ഷ്യം മധുസൂദനന്റെ ചോര അല്ലെങ്കിൽ പുള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിവൈരാഗ്യം വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രം പൊക്കിക്കൊണ്ടുവന്ന ഒരു ആരോപണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആ രീതിയിലാണോ കാണേണ്ടത്? ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കാണേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം രക്തസാക്ഷി ഫണ്ട് തിരിമറി നടത്തി എന്നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആണ്. അതായത് വിലമതിക്കാനാവാത്ത ഒന്നാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതും വിശേഷിച്ച് ഈ രക്തസാക്ഷികളുടെ ഒരു പവർ കൊണ്ടാണ്, രക്തസാക്ഷികൾ നിരവധി പേർ അവർക്ക് വേണ്ടി അല്ലാതെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ബലിയർപ്പിച്ചവരെയാണ് നമ്മൾ രക്തസാക്ഷികളെന്ന് സാറിനെ വിളിക്കുന്നത്. അപ്പോൾ ആ രക്തസാക്ഷികളുടെ ചോരയുടെ മണമുണ്ട് ഇടതുപക്ഷ പാർട്ടിയുടെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ. നമുക്കറിയാം, ഇവിടെ നടത്തിയിട്ടുള്ള കയ്യൂർ സമരമാണെങ്കിലും കരിവള്ളൂരിൻ്റെ സമരമാണെങ്കിലും പുന്നപ്ര വയലാർ സമരമാണെങ്കിലും നമ്മൾ ഏതൊരു സമരചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാ രക്തസാക്ഷികളുണ്ടാവും. അവരെയൊക്കെ വേണ്ടും വിധത്തിൽ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരില്ലായിരുന്നെങ്കിൽ, അത്തരത്തിലുള്ള ആൾക്കാർ സ്വന്തം ജീവൻ പോലും നോക്കാതെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നൊരിക്കൽ പോലും നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടെ നമുക്കറിയാം, പുഷ്പൻ എന്ന് പറയുന്ന ഒരു സഖാവിനെ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കൂത്തുപറമ്പ് രക്തസാക്ഷി, ജീവിക്കുന്ന രക്തസാക്ഷി എന്നുള്ള നിലയിൽ പുഷ്പനെ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ടാണ് കൊണ്ടു നടന്നത്. അതായത് അദ്ദേഹം ആ ശയ്യാവലംബിയായി വർഷങ്ങൾ കിടന്നിട്ട് പോലും നമ്മൾ ആ സഖാവിനോട് ഇടതുപക്ഷം കാണിച്ച ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ അത് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ് അവിടെ നടത്തിയ ഈ ഫണ്ട് തിരിമറി, അതായത് ആ രക്തസാക്ഷിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്മാരക മന്ദിരം നിർമ്മിക്കാനും തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും നീതീകരിക്കാനാവാത്ത തെറ്റാണ് ആ പറഞ്ഞത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടത് നീതീകരിക്കാനാവാത്തൊരു തെറ്റാവുന്നു? പാർട്ടിയിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നാൽ സ്വാഭാവികമായും പാർട്ടിക്കൊരു ചിട്ടവട്ടമുണ്ട്. പാർട്ടി വെറുതെ ഈ പറയുന്ന പോലെ ഒരു കോൺഗ്രസിനെ പോലെയോ BJP-യെ പോലെയോ ഒരു പ്രത്യയശാസ്ത്രമില്ലാത്ത ഒരു പാർട്ടിയല്ല. ഇതിന് വ്യക്തമായ പ്രത്യയശാസ്ത്രമുണ്ട്, ഇതിനൊരു വ്യക്തമായ ഭരണഘടനയുണ്ട്. ഇപ്പോഴും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് പോലും അല്ലെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് ജില്ലാ കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന, സംസ്ഥാന കമ്മിറ്റി വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ സ്ട്രക്ചറുണ്ട് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പം UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ നോക്കിക്കഴിഞ്ഞാൽ KPCC-ക്ക് തന്നെ എത്ര സെക്രട്ടറിമാരുണ്ടെന്ന് നമ്മൾ ആലോചിച്ച് വെക്കണം, അല്ലേ? എത്ര വൈസ് പ്രസിഡന്റുമാരുണ്ട്, എത്രയോ പ്രവർത്തക സമിതി അംഗം, ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണ്ണി പറയാൻ കഴിയാത്ത അത്രയും നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതേസമയം ഒരു പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന് ഒറ്റ ഒരാളേ ഉള്ളത് MABB സഖാവാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ആ ഒരാളെന്ന് പറയുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററാണ്. അതിനപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വാക്കുകളില്ല. MABB പറയുന്നതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. അതാണ് പാർട്ടിയുടെ വാക്ക്. എല്ലാവരും കൂട്ടായി ചേർന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ ഒറ്റ ഒരു അവകാശമേ ഉള്ളൂ. അത് പാർട്ടി സെക്രട്ടറി പറയും. അത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പാർട്ടിയുടെ നയവിശദീകരണം നടത്തും. എന്നാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണോ? അല്ല. അവർ തോന്നുന്ന പോലെ പാർട്ടിക്കകത്ത് നടക്കുന്ന യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും 10 നിലപാടുണ്ട്. ഇവിടെ ഒറ്റ നിലപാട്. MV ഗോവിന്ദൻ മാഷ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും ആ നിലപാട് മാറ്റിപ്പറയില്ല. അതാണ് പാർട്ടിയുടെ ചട്ടക്കൂടാണ്. അതാണ് സംഘടനാപരമായി CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ള ഒരു വലിയ പ്രാധാന്യം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അതുകൊണ്ട് ഓരോ രക്തസാക്ഷിയെയും സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വളരെ വിലപ്പെട്ടതാണ്. അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ നമുക്ക് ആ പണം എടുത്തുകൊണ്ട് ഇവിടെ പുട്ടടിക്കാൻ ഇവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തകരും തയ്യാറാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും കുഞ്ഞികൃഷ്ണൻ ചർച്ച ചെയ്യപ്പെടേണ്ടത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണം. 2021-22 കാലഘട്ടത്തിലാണ് ഈ തിരിമറി നടന്നതെന്നാണ് പറയുന്നത്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുകയും പാർട്ടിക്കുള്ളിൽ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുകയും ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എന്തിനാണ് ഈ വൈകിയ വേളയിൽ 2025-2026 വർഷത്തിൽ എന്തിനാണ് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മാധ്യമം, നമുക്കറിയാം ഏഷ്യാനെറ്റ് പോലെയുള്ളൊരു മാധ്യമം, ആ മാധ്യമത്തിൻ്റെ നിലപാടെന്താണെന്നും അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നും അതോടൊപ്പം അത് ആരുടെ ചാനലാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ കേരളത്തിലുള്ള സകലമാന പേർക്കും അറിയാം. ആ ചാനൽ വന്നിരുന്നു കൊണ്ട് അവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കുഞ്ഞികൃഷ്ണൻ കൊടുത്തത്?
അതിലൂടെ എന്താണ് കുഞ്ഞികൃഷ്ണൻ ഉദ്ദേശിച്ചത്? അപ്പൊ ഈ കുഞ്ഞികൃഷ്ണനെ ആരെങ്കിലും വിലക്കെടുത്തതാണെന്ന് നമുക്ക് സംശയിക്കാം. അങ്ങനെ സംശയിക്കേണ്ടി വരും ഈ പറയുന്ന പോലെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയമാണ് പ്രശ്നം. അതായത് 2026 നമ്മൾ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പയ്യന്നൂരിലെ ഒരു MLA ആയ പിന്നെ മധുസൂദനെതിരായിട്ട് എന്തിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു? പാർട്ടിയിൽ 2021 എത്ര വർഷം കഴിഞ്ഞു നമ്മൾ അന്നൊന്നും ഇല്ലാത്ത ആരോപണം ഇപ്പൊ എന്തിന് വന്നു? ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വരുന്നത്? അപ്പോൾ അന്ന് ആരോപണം ഉയർത്തി അല്ലെന്നുണ്ടെങ്കിൽ തെളിവുകളില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. ഇങ്ങനെ ഒരു ഇടപാട് നടന്നുവെന്നും കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് തിരിമറി നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു തെളിവ് എവിടെ? ആ തെളിവുകൾ ഹാജരാക്കണ്ടേ? എന്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ അങ്ങ് ഒരു തെളിവ് ഹാജരാക്കാത്തത്? ഇതാണ് അന്ന് പിരിച്ച ഫണ്ടിന്റെ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് തെളിവ് ഹാജരാക്കിയില്ല? അങ്ങനെ ഒരു തെളിവ് ഹാജരാക്കിയില്ല. ഈ 2010 വരെ പയ്യന്നൂർ സഹകരണ കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് സഹകരണ സംഘത്തിന്റെ സഹകരണ സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിനകത്ത് വ്യക്തിപരമായ ഒരു കാരണം കൂടിയുണ്ട്. ആ വ്യക്തിപരമായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് 2010 ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹം വിരമിക്കുകയാണ്. വിരമിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് പുതിയൊരു സഹകരണ സംഘത്തിൽ പുതിയൊരു അമെൻമെന്റ് വരുന്നത്. അതായത് ഇവരുടെ പെൻഷൻ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച്, സർവീസ് ഗ്രാറ്റുവിറ്റി എന്നാണ് പറയുന്നത്, ആ ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാവുന്നു. ആ തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ 2.5 ലക്ഷം രൂപയാണ് ഈ ഗ്രാറ്റുവിറ്റി എന്നുള്ള കണക്കിൽ. അതേസമയം പുതിയ അമെൻമെന്റ് വന്നപ്പോൾ ഇത് 15 ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ടാണ് പുതിയ നിയമം, സഹകരണ നിയമം പുതിയതായിട്ട് വന്നത്. അപ്പം പുള്ളിക്കാരൻ ഇതിന് അർഹനല്ല. ശരിക്കും ഈ 15 ലക്ഷം രൂപയ്ക്ക് അർഹനല്ല. കാരണം പുള്ളിക്ക് 2.5 കിട്ടു. ആ സമയത്ത് അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയുള്ളൂ. അത് മാത്രമേ പുള്ളിക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പം പുള്ളി വന്നിട്ട് ഈ അമെൻമെന്റ് വന്നു. ഈ അമെൻമെന്റ് വന്ന സമയത്ത് മധുസൂദനുമായിട്ട് സംസാരിച്ചു. മധുസൂദനുമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് ഇങ്ങനെ ഒന്ന് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ? എനിക്കും കൂടി ആ 15 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി തരാമോ എന്നുള്ള കാര്യം ഈ പറയുന്ന അയാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളൊരു ആശങ്ക അറിയിച്ചു. കാരണം ഇത് റൂൾ ഔട്ടാണ്, അത് നിയമപരമായി ഒരിക്കലും നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം പുള്ളി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ എന്നാൽ കേസിന് പൊയ്ക്കോട്ടെ എന്നുള്ള കാര്യം ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേസിന് പോകുന്നതിൽ അപ്പം പാർട്ടി അനുമതി തരണോ എന്നുള്ള കാര്യം ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട്, ഇപ്പോൾ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാടുകളുണ്ട്. പാർട്ടി ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആ അനുശാസനം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവർക്ക് പാർട്ടിക്ക് പുറത്തു പോവാം. അപ്പോൾ പുള്ളി പാർട്ടിക്ക് അതീതനായി മാറാൻ ശ്രമിക്കുകയായിരുന്നു. പുള്ളി കേസിന് പോയി. കേസ് പക്ഷേ വിജയിച്ചോ? ഇല്ല, കേസ് തള്ളിപ്പോയി. കാര്യം അങ്ങനെ ഒരു പരിധിക്കുള്ളിൽ പുള്ളി ഉൾപ്പെടുത്താൻ കഴിയില്ല. 2010 ഫെബ്രുവരി മാസം 28 മറ്റോ ആണ് അദ്ദേഹം റിട്ടയർ ആവുന്നത്. ആ റിട്ടയർ സമയത്ത് പുള്ളിക്ക് ഏത് ആണോ ആ സമയത്തുള്ള നിയമം, ആ നിയമം അനുശാസിക്കുന്ന പണമേ അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റിയെ പുള്ളിക്ക് നൽകാൻ പറ്റൂ. പിന്നെ ഇദ്ദേഹം പോയിട്ട് കാര്യമുണ്ടോ? പിന്നെ അവിടെ ഫണ്ട് തിരിമറി നടത്തി എന്ന് പറയുന്നു. അതാ പുള്ളിയല്ലേ ആ സമയത്ത് അവിടെ ഓഡിറ്ററായിട്ട് ഇരുന്നത്. എന്തുകൊണ്ട് പുള്ളിയെ ചെക്ക് ചെയ്തില്ല? ആ സമയത്ത് പുള്ളിക്ക് അതിനെക്കുറിച്ച് വെളിപ്പെടുത്താമായിരുന്നല്ലോ. ആ വെളിപ്പെടുത്തലും നടത്തിയില്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ പുള്ളി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തെളിവുകൾ പോലും ഇല്ലാതെ, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങനെ ഒരു ആരോപണം മധുസൂദനെതിരായിട്ട് ഉന്നയിക്കുന്നു. മധുസൂദനെതിരായിട്ട് ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി തെളിവുകൾ പുറത്തു കൊണ്ടുവരണം. ഇത് ഇത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടിയിട്ടുണ്ട്, അതിൽ ഇന്ന കാര്യങ്ങൾ വക മാറ്റി ചെലവഴിച്ചു, ഫണ്ട് മുക്കി. ഇത് കാണിക്കാൻ വേണ്ട തെളിവുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇതപ്പോൾ ഇത് വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. അതെന്ത് ചെയ്തു? സ്വാഭാവികമെന്നോണം മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനേ പറ്റൂ. കാരണം പാർട്ടിക്ക് ഒരു അച്ചടക്കമുണ്ട്, പാർട്ടിക്ക് ഒരു അച്ചടക്ക നടപടി എടുക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയെന്നേ പറയാൻ പറ്റുള്ളൂ. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയതാണിത്. പാർട്ടിയിൽ ഒരാൾ ചർച്ച ചെയ്ത് ഏകദേശം തീരുമാനമായ ഒരു വിഷയം വീണ്ടും വർഷങ്ങൾക്കിപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ അത് കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുക, അതും ഒരു പൊതുമാധ്യമത്തിന് ഇന്റർവ്യൂ ആയിട്ട് കൊടുക്കുക. ആ ഇന്റർവ്യൂവിൽ പോലും അദ്ദേഹം ഈ പറയുന്ന കണക്കുകൾ നിരത്താനോ ആ കണക്കുകൾ സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് കെട്ടിച്ചമച്ചാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ഇതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം. ഇത് വ്യക്തിപരമായ കാരണം, അതായത് മധുസൂദനോടുള്ള വ്യക്തിപരമായ കാരണം കൊണ്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്. കാര്യം 19 വർഷക്കാലം നീണ്ടു നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിന്റെ ഒരു തഴക്കവും പഴക്കവും ഉള്ള ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹം മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം അദ്ദേഹം മികച്ചൊരു നേതാവായിരുന്നു, മികച്ചൊരു സംഘാടകനായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിയെ എല്ലാവരും ഇപ്പോഴും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ചിലർ ഇതിനെ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും കെ രാകേഷ് പറഞ്ഞ പോലെ കോടാലിക്കൈയായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇവര് പ്രതിപക്ഷം അല്ലെങ്കിൽ UDF ഇതിനെ വേണ്ടുമെന്ന് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. ഞങ്ങൾ പുള്ളിക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. കെ രമ വന്നിട്ട് പറയാണ്, പിന്നെ TP ചന്ദ്രശേഖരന് സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കും.
പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയതിനെ കൊണ്ട് ഇന്നോവ കാറ് വരും വരും. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പാർട്ടിയെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ ഒരു പാർട്ടിയോട് സ്നേഹമുള്ള ഒരു സഖാവായിരുന്നെങ്കിൽ, പാർട്ടിയെ 50 വർഷക്കാലം കൊണ്ട് പാർട്ടിക്കുള്ളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു സഖാവാണെങ്കിൽ ആ സഖാവ് കൃത്യമായിട്ട് ഈ സമയത്ത് പ്രയോഗിക്കത്തില്ല. അല്ലെങ്കിൽ പാർട്ടിയോട് സ്നേഹമുള്ള ഒരു സഖാവ് ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യും. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തതിന് ശേഷം അതിനകത്ത് തീരുമാനം ഉണ്ടാക്കും. അല്ലാതെ എടുപിടി എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു മാധ്യമത്തിലേക്ക് കയറി ഇരുന്നുകൊണ്ട് അദ്ദേഹം ഘോരഘോരം പ്രസംഗിക്കുകയാണ്, ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതല്ല പാർട്ടിയോട് സ്നേഹമുള്ള ഒരു സഖാവ് ചെയ്യേണ്ടിയിരുന്നത്. 50 വർഷക്കാലം പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥവും ഇല്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതല്ലേ എന്റെ വാസ്തവം. അപ്പൊ പാർട്ടിയോട് സംസാരിക്കുക, പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുക, പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് പാർട്ടി അപ്പോൾ ഒരു രേഖ പറയും, അപ്പൊ ഇന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അച്ചടക്ക നടപടി പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടോ, തീർച്ചയായിട്ടും ഉണ്ടെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പാർട്ടി നടപടി എടുക്കുന്നേ. പാർട്ടിക്ക് നടപടി എടുക്കുന്നതിന് ഒരു മടിയില്ല, കൃത്യമായ നടപടി ഉണ്ടാവും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതിരുന്നത്? അപ്പൊ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? അപ്പൊ കെ രാഗേഷ് പറഞ്ഞ തന്നെയല്ലേ കറക്റ്റ്. അദ്ദേഹം ചെയ്തത് കോടാലിക്കൈയായി മാറുകയാണ് പ്രതിപക്ഷത്തിന്. പ്രതിപക്ഷം അപ്പോഴേക്ക് ഇവിടെ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നു. ഇയാളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും, എല്ലാ പിന്തുണയും വി കുഞ്ഞികൃഷ്ണന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയില്ലേ? ഈ പറയുന്ന വി ഡി സതീശൻ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ, കെ രമ വന്നിട്ട് പറഞ്ഞില്ലേ? അപ്പൊ ഇതിലൂടെ ജനത്തിന്റെ മുന്നിലേക്ക് എന്താ ചെല്ലുന്നത്? CPM എന്ന് പറയുന്ന പാർട്ടി മൊത്തം കള്ളന്മാരുടെ പാർട്ടിയാണ്, രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചു മാറ്റുന്നവരാണ് എന്ന് പറയും. ഇതിന് മുമ്പ് പറഞ്ഞു അഭിമന്യുവിന്റെ രക്തസാക്ഷി മണ്ഡപമായിട്ട് പണിയുന്നതായിട്ട് ബന്ധപ്പെട്ട് അഭിമന്യുവിന്റെ പേരിൽ പിരിച്ച പണമൊക്കെ വേറെ വഴിക്ക് പുട്ടടിച്ചു എന്ന് പറയുന്ന പുതിയൊരു ആരോപണം അവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. എവിടെയാണ് അങ്ങനെ സംഭവിച്ചത്? അതിന്റെ രേഖകൾ എവിടെയാണ്? അവിടെ വീട് വെച്ച് കൊടുത്തു, സഹോദരിയുടെ കല്യാണം നടത്തി കൊടുത്തു, ഇനിയും ഫണ്ട് 2.5 കോടി രൂപ എന്തോ അവരുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അതെന്തിനു വേണ്ടിയിട്ട്? അത് മാറ്റിയിട്ടിരിക്കുകയാണ്. സ്മാരക മന്ദിരം നിർമ്മിക്കുന്ന അടക്കമുള്ള പരിപാടികൾക്കായിട്ട് ബാക്കി പണം മാറ്റിയിട്ടിരിക്കുകയാണ്. ഏകദേശം 6-7 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടിയിരുന്നു. ഇതെല്ലാം അവർക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്. ഇതിൽ നിന്നൊരു പാർട്ടി പ്രവർത്തനത്തെ പൊട്ടടിക്കത്തില്ല. കാരണം ഓരോ രക്തസാക്ഷിയും എന്തിനു വേണ്ടിയിട്ടാണ് രക്തസാക്ഷിത്വം വഹിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഓരോ സഹാക്കന്മാർക്കും അറിയാം. ഇന്നും സംസ്ഥാന സമ്മേളനം കൂടുന്ന സമയത്താണെങ്കിലും ജില്ലാ സമ്മേളനം കൂടുന്ന സമയത്താണെങ്കിലും സമ്മേളനങ്ങൾ കൂടുന്ന സമയത്ത് അനുശോചന പ്രമേയം പാസ്സാക്കിയിരിക്കും, അനുശോചന പ്രമേയം വായിച്ചിരിക്കും. അത് അതിന്റെ ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ. അവരെ നമുക്ക് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ആണോ? അല്ലെങ്കിൽ അവരോട് നമുക്ക് പാർട്ടി പ്രവർത്തകർക്ക് സ്നേഹമില്ലായിട്ടാണോ അനുശോചന പ്രമേയം വായിക്കുന്നത്? ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല ചർച്ച ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും എത്ര മുതിർന്ന നേതാവാണെങ്കിലും, ഇനിയിപ്പോൾ പിണറായി വിജയൻ ആയിരുന്നാൽ പോലും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്? എന്നിട്ട് അതിന് വ്യക്തമായൊരു ഇത് പറഞ്ഞു, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിടത്തെ നിങ്ങൾ പോകാൻ പാടുള്ളൂ, അല്ലാതെ മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല. പാർട്ടി നടപടി അല്ലെങ്കിൽ പാർട്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പൊ നിങ്ങൾ കടക്ക് പുറത്തുനിന്ന് ഞാൻ ഇനിയും പറയും എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരു നേതാവ് പിണറായി വിജയനാണ്. നിങ്ങളെ വിളിക്കുന്നിടത്തേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. പാർട്ടിയുടെ പാർട്ടി കമ്മിറ്റി കൂടുന്ന സ്ഥലത്ത് ഒരിക്കലും പുറത്തുനിന്ന് ഒരാളെ കയറ്റേണ്ട ആവശ്യമില്ല. പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും ഉയർത്തുന്ന കാര്യങ്ങളാണെങ്കിലും അവിടുത്തെ തീരുമാനങ്ങളാണെങ്കിലും ഒരു കാരണവശാലും അത് പുറത്തേക്ക് പോകരുത്. കാര്യം പല ചർച്ചകൾ നടക്കും, പല അജണ്ടകൾ വെച്ചിട്ടാണ് പാർട്ടി കമ്മിറ്റി ചർച്ച നടക്കുന്നത്. അത് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി വന്ന് വിശദമാക്കും. ആരാണോ സെക്രട്ടറി, ആ സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ആ സെക്രട്ടറി പുറത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയും. അതാണല്ലോ MV ഗോവിന്ദൻ മാഷ് മാത്രമല്ലേ ഒരു പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ, CPM-ന്റെ പത്രസമ്മേളനം വിളിച്ചാൽ ആരാണ് വന്നിരിക്കുന്നത്? MV ഗോവിന്ദൻ മാഷാണ്. MV ഗോവിന്ദൻ മാഷിനൂടെ വേറെ ഒരാൾ പോലും കാണത്തില്ല. അതാണ് പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ. അതേസമയം KPCC-യുടെ പത്രസമ്മേളനം വിളിച്ച് എത്ര പേര് കാണുമെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വിചാരിച്ചിപ്പോ അല്ല അത് കറക്റ്റ് അല്ലേ? KPCC-യുടെ പത്രസമ്മേളനം സണ്ണി ജോസഫ് ഇരിക്കുകയാണെങ്കിൽ സണ്ണി ജോസഫിന്റെ പുറത്ത് M ഹസൻ കാണും, അവര് കാണും, ഇവര് കാണും. 10 പേര് നിരന്നിരുന്നാണ് പത്രസമ്മേളനം നടത്തുന്നത്. CPM-ന്റെ പത്രസമ്മേളനം കണ്ടു നോക്ക്. MV ഗോവിന്ദൻ മാഷാണെങ്കിൽ MV ഗോവിന്ദൻ മാഷ് മാത്രം ഇരിക്കും. ഇനി അതല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് നോക്കുവാണെങ്കിൽ MA ബേബി ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ MA ബേബിയുടെ തൊട്ടടുത്തായിട്ട് MV ഗോവിന്ദൻ മാഷ് ഉണ്ടാവും. MA ബേബി സംസാരിച്ച് തീരുന്നത് വരെ MV ഗോവിന്ദൻ മാഷ് മിണ്ടാതിരിക്കും. ഇതാണ് പാർട്ടിയുടെ രീതി. അവിടെ ഇരുന്നുകൊണ്ട് ഉടനെ അത് പറയണം ഇത് പറയണം എന്ന് പറയുന്ന ശീലമൊന്നും ഇല്ല. കറക്റ്റ് പാർട്ടി തീരുമാനങ്ങൾ എഴുതി വെച്ച് വായിച്ച് അവതരിപ്പിക്കും. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയും. ഇതാണ് പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്. ഈ ചട്ടക്കൂട് അത് കാരണം എന്താ? അച്ചടക്കം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് K സുധാകരൻ കോൺഗ്രസിൽ വന്നിരുന്നു, KPCC അധ്യക്ഷനായിട്ട്. അയാളെ പിടിച്ച് പുറത്താക്കി. അതാണ് കോൺഗ്രസിന്റെ
അല്ലെങ്കിൽ ഒരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വന്തം വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയെ ബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയ ഒരാൾ തന്നെയാണ്. ഞാൻ വേറൊരു പേരും അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ആ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാൻ ഈ 15 ലക്ഷത്തിന്റെയും 2.5 ലക്ഷം രൂപയുടെയും ഇടയിൽ കിടന്നുകൊണ്ടുണ്ടായ മാനസിക സംഘർഷം കൊണ്ട് അദ്ദേഹം പാർട്ടിയെ, അദ്ദേഹം പറഞ്ഞല്ലോ മികച്ച സംഘാടകനായിരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അദ്ദേഹം പാർട്ടിയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് പോകില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം ഇതിനകത്ത്.